മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ വിജയരാഘവൻ ഇപ്പോൾ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യനായിട്ട് മാറാൻ ശ്രമിക്കുന്നു എന്നൊരു സംശയം. കാരണം വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഈ വഞ്ചിയൂർ റോഡ് തടഞ്ഞ് പ്രശ്നമുണ്ടാക്കി, ആ റോഡിനടുക്ക് സ്റ്റേജ് കെട്ടി വലിയ മാമാങ്കം നടത്തിയപ്പോൾ അതിനെതിരെ കോർട്ടലക്ഷ്യത്തിനുള്ള നടപടി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതിയും കളിയാക്കിക്കൊണ്ട് വളരെ കാര്യമായിട്ട് അദ്ദേഹം കുറേ വാചകങ്ങൾ പറഞ്ഞു. നമുക്ക് ആർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. കാരണം കുഞ്ഞിക്കാർ വെച്ചാൽ മതിയല്ലോ, 10 പേര് നടക്കുന്നതിന് പകരം കാറിനകത്ത് പോകണമെന്ന് ഇത്ര നിർബന്ധം എന്താണ്? ശരിയാണ്, അതെല്ലാം വളരെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ തത്വങ്ങളാണ് മുഴുവൻ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ തത്വം പറഞ്ഞ് അവസാനം അദ്ദേഹം വലിയൊരു തത്വം കണ്ടുപിടിച്ചു. അതായത് ഈ മുസ്ലിം പ്രീണനം നടത്തി മുസ്ലിം സംഘടനകളെയും തീവ്രവാദ സംഘടനകളെയും ഒക്കെ, അതായത് മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് ഇവിടെ ഇലക്ഷന് മത്സരിക്കുന്നതെന്നും അതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് കാണത്തില്ലായിരുന്നെന്നും വയനാട്ടിൽ നിന്ന്, അതുപോലെ പ്രിയങ്കയും പാർലമെൻറ്റ് കാണത്തില്ലായിരുന്നും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സംഭവം ശരിയാണ്. കാരണം മുസ്ലിങ്ങൾ ഒരുപാട് പേര് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇവർക്ക് വോട്ട് ചെയ്തു, അത് ശരിയാണ്. അത് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചിട്ടോ മുസ്ലിങ്ങളെ തീവ്രവാദികളായതുകൊണ്ടോ അല്ല. ഈ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്നൊരു കാഴ്ചപ്പാട് ഈ ശ്രീ വിജയരാഘവൻ എന്ന് മുതൽ കിട്ടിയെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തീവ്രവാദ സംഘടനകളെയും മുസ്ലിം സംഘടനകളെയും, അപ്പോൾ ഈ മുസ്ലിങ്ങളെ ചേർത്ത് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീവ്രവാദ സംഘടനകളും വർഗീയതയും, അതായത് വർഗീയത ആണ്. ഇപ്പോൾ വർഗീയത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെന്നാണ്. ആ രീതിയായി. വേറെ ആർക്കും വർഗീയതയില്ല. ഈ നാട്ടിൽ ക്രിസ്ത്യാനികൾക്ക് വർഗീയതയില്ല, ഹിന്ദുക്കൾക്കില്ല, സിഖുകാർക്കില്ല, വേറെ ആർക്കുമില്ല. പക്ഷേ ഇവിടെ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൊടുത്തേക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് മുസ്ലിം എന്നാണ്. അപ്പോൾ അങ്ങനായി വർഗീയത. അതുപോലെ തീവ്രവാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും തീവ്രവാദികളല്ല. തീവ്രവാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളാണ്. ഇതിനകത്ത് മുസ്ലിം ലീഗിനെയും കൂടെ പിടിച്ചിടുന്നുണ്ട്. അതാ രസം. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനകത്ത് കുറച്ച് മുസ്ലിങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ ഈ കാണുന്നവരെല്ലാം മുസ്ലിങ്ങളൊന്നും മുസ്ലിം ലീഗൊന്നും അല്ല. അപ്പം ഞാൻ മുസ്ലിമാണ്, പക്ഷേ ഞാൻ മുസ്ലിം ലീഗൊന്നും അല്ല. എനിക്ക് ഈ ലീഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതേപോലെ എന്നെപ്പോലുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും മുസ്ലിം ലീഗൊന്നും അല്ല. ലീഗിനകത്ത് കുറേ പേരുണ്ട്, ശരിയാണ്. അതുകൊണ്ടത് വർഗീയ പാർട്ടിയാണെന്ന് പറയാൻ പറ്റും. വർഗീയത അങ്ങനെയാണെങ്കിൽ എത്രയോ പേരുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ്, നമുക്കത് വർഗീയ പാർട്ടിയാണെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ. കാരണം കേരള കോൺഗ്രസ് അതിനകത്തുള്ളത് ആരൊക്കെയാണ് നമുക്കറിയാമല്ലോ. അതിനകത്ത് ഉള്ള ആളുകളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടത് വർഗീയ പാർട്ടിയായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? അതിനെക്കുറിച്ച് പറയാൻ ഈ വിജയരാഘവന് തോന്നുന്നില്ലല്ലോ ഒന്നും. അവിടെ വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി ജയിച്ചത് അത്രത്തോളം രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് കൊള്ളാവുന്ന ഒരു നേതാവ്, അയാളെ ജയിപ്പിച്ചു വിടണം എന്നുള്ള ഒരു ധാരണയുള്ളതുകൊണ്ട്. അതുപോലെ പ്രിയങ്കയ്ക്ക് ഒരു വളരെ നല്ല രീതിയിൽ പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. വയനാടിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങുന്നുണ്ടല്ലോ പാർലമെൻറ്റിൽ. അതിൻ്റെ കാരണക്കാരി ആരാണ്? പ്രിയങ്കയല്ലേ. അപ്പോൾ പ്രിയങ്കയെ ജയിപ്പിച്ചു വിട്ടതിൽ എന്താ തെറ്റ്? അപ്പോൾ അത് വർഗീയത ആണെന്നാണ്, വർഗീയ പാർട്ടികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മുസ്ലിങ്ങളൊന്നും ഇല്ലേ? അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ വോട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടെന്നുള്ളതാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ നടക്കുന്ന മുസ്ലിങ്ങൾ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾക്കിത് വേണോ വേണ്ടതെന്ന്. കാരണം ഇതുപോലുള്ള താത്വിക ആചാര്യന്മാർ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത്. ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചും മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണല്ലോ. അവർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ വോട്ട് വേണ്ടെങ്കിൽ നല്ലത്, ശരിയാണ്. ഇത് വോട്ട് ചെയ്യാൻ പോകുന്ന മുസ്ലിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം, നിങ്ങളൊക്കെ തീവ്രവാദികളാണോ അല്ലയോ എന്ന്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ വർഗീയത കാണിച്ചാണോ നിങ്ങൾ നടക്കുന്നത് എന്ന് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. ഇതിനു മുമ്പ് ഒരു മെക്സവൻ പറഞ്ഞ് ഒരു യോഗയാണത്, വ്യായാമം. യഥാർത്ഥത്തിൽ യോഗ എന്ന് തന്നെ നമുക്ക് പറയാം, വ്യായാമ മുറകളാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ അത് ശ്രീ പി മോഹനൻ കേട്ടോ, അദ്ദേഹം വലിയ സഖാവല്ലേ, അതും ഇതുപോലൊരു താത്വികാചാര്യനാണ്. അദ്ദേഹം അത് കണ്ടുപിടിച്ചു, തീവ്രവാദ പ്രവർത്തനമാണെന്നും ഇത് അടിത്തട പഠിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഇതൊക്കെ പറയുന്നതിന് എന്ത് ചെയ്യാൻ? ഏത് വിധത്തിലായാലും ശരി മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക്
മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ നിര ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ ഇലക്ഷന് മുസ്ലിങ്ങളുടെ വോട്ടുകൊണ്ടല്ലേ ഇവർ ജയിച്ചത്. പക്ഷേ ആ മുസ്ലിങ്ങളെ ഒന്നും ഇപ്പം വേണ്ട, അതാണ് കാര്യം. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഗീയത ആരാ കൊണ്ടുവരുന്നത്? ഈ മുസ്ലിങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രീണനമല്ലേ ഇവർ നടത്തുന്നത്? അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്ത് കണ്ടുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതുപോലുള്ള പുതിയ താത്വിക ആചാര്യന്മാർ ഒരുപാട് ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം.